എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNC-MAC അതായത് PNC-MAC എന്ന് വെച്ചാൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് PNC-MAC.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ PNC-MACൻ്റെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ ടു സീ BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ഫീ റെമിറ്റൻസ് ഓൺ ഓർ ബിഫോർ 9/9/2025 5 PM. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ടു ജോയിൻ ഓൺ ഓർ ബിഫോർ 10/9/2025 5 PM എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീസ് 10,000 രൂപയാണ് വരിക. ആ ഒരു 10,000 രൂപ നിങ്ങൾക്ക് നാളെ 9 എന്ന് പറയുമ്പോൾ നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം സെപ്റ്റംബർ 10 വൈകുന്നേരം 5 മണി വരെയാണ്. അതായത് സെപ്റ്റംബർ 9, 10 തീയതികളായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാവുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ടു സി BSc നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിവിധ കോളേജ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇതിലുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ ബ്രൗസറിൽ മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ, അതായത് ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫൈൻഡ് ഇൻ പേജ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി അവിടെ എവിടെയാണുള്ളതെന്ന് കാണിച്ചു തരും. അത് ഏത് കോളേജിൻ്റെ ഇതിലാണ് കാണിക്കുന്നത്, ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കാം. ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെപ്റ്റംബർ 10 വരെയാണ് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം, അതായത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നാളെ വൈകുന്നേരം, അതായത് സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഈ ഒരു പേജ്, അത് ഹോം പേജിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ലോഗിൻ എന്നുള്ളിടത്ത് 2 ലോഗിൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് ഉണ്ട്, അതുപോലെ ലോഗിൻ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഇവിടെ ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം BSc നഴ്സിംഗിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്, ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ 10,000 രൂപ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിൽ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. ഏകദേശം 1,10,000 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു PDF നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും, ഇതിൻ്റെ പ്രോസ്പെക്ടസ് ആണ്. ഇതിൽ കൃത്യമായിട്ട് തന്നെ ഫീസ് എത്രയാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 80,328 രൂപയാണ് ട്യൂഷൻ ഫീസ്. അതുപോലെ 23,950 രൂപയാണ് സ്പെഷ്യൽ ഫീസ്. കോഷൻ ഡെപ്പോസിറ്റ് 10,000 രൂപയാണ്. അപ്പോൾ 10,000 രൂപ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ 10,000 അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഏകദേശം ഒരു 1,03,000 സംതിങ് രൂപയാണ് ഫീസ് ഇനത്തിലായിട്ട് നിങ്ങൾക്ക് വരിക. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്നുള്ള ഒരു ലിങ്ക് കാണാം. അതിലാണ് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ BSc നഴ്സിംഗ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം സെപ്റ്റംബർ 10 വൈകുന്നേരം, അതായത് മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക്
തീയതിക്കുള്ളിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിൻ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസേഴ്സ് ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെ നിങ്ങൾക്ക് വേണ്ടാത്ത ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ, അതായത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് രണ്ടാമത്തെ അല്ല അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇതിന് മുകളിലുള്ള ഒരു ഓപ്ഷനും ഇനി വേണ്ട എങ്കിൽ അതിന് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ, അതായത് 10,000 രൂപ ആണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു പൈസ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കപ്പെടും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.